അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മിനിയേച്ചർ ബസ്സിന് സ്ലൈഡിങ് ഡോർ സെറ്റ് ചെയ്യുന്നതെന്നാണ്. അത് ഞാൻ ഇതിനെക്കുറിച്ചൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോറിൻ്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് സൈഡ് ഡോറിൻ്റെ പീസ് കട്ട് ചെയ്തിങ്ങനെ വെച്ച് അതിൻ്റെ ആ ഡോറിൻ്റെ ആ പീസ് മാത്രം വെച്ചിട്ട് ആ ഡോറിനെ കുറിച്ചൊന്ന് പറഞ്ഞു. പിന്നെ സ്ലൈഡിങ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ ഇടാമെന്നും പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്ലൈഡിങ് സെറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പം അന്ന് പറഞ്ഞ സ്ലൈഡിങ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് സെറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഈ കമ്പി വെച്ചാണ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ തിക്നെസ് ഉള്ള കമ്പിയാണ്, ഇത്രയേ ഉള്ളൂ. ഇത് തുരുമ്പെടുത്തിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അത് ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയാൽ മതി. തുരുമ്പ് വലുതായിട്ടില്ല, നമ്മളെടുക്കുന്ന തുരുമ്പില്ലാത്ത പോർഷനാണ്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കണം സ്ലൈഡിങ് സെറ്റ് ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് അത് ബെൻഡ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മൾ സ്ലൈഡിങ് സെറ്റ് ചെയ്യാനുള്ള കമ്പി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട രൂപത്തിൽ നമ്മൾ വളച്ച് വെച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കമ്പിയുടെ ഈ പോർഷൻ ഇച്ചിരി മോളോട്ട് ഇങ്ങനെ പൊങ്ങി വയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വളച്ചിങ്ങനെ ബെൻഡ് ചെയ്യണം. ഇങ്ങനെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതാണ് അതിൻ്റെ കർവ് വരുന്ന ഭാഗം. അപ്പം ഇത് മോളോട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇത് മോളോട്ട് ഇങ്ങനെ പൊങ്ങി വെക്കണം. ഈ ഭാഗത്താണ് നമ്മൾ ബസ്സിനകത്ത് ആ റൊട്ടേഷനുള്ള ഇത് വെക്കാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഇച്ചിരിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വെക്കുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ പൊങ്ങി വെക്കുന്ന കൂട്ടുപോലെ നമുക്ക് കമ്പി സെറ്റ് ചെയ്യണം. പിന്നെ നേരെ ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കണം. പിന്നെ താഴോട്ടും കോളാക്കണം, താഴോട്ടും ഇങ്ങനെ എടുക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ 2 പീസ് വേണം. ഈ സെയിം അളവിൽ സെയിം മെഷർമെൻറ്റിൽ 2 പീസും കൂടെ വേണം. അപ്പം നമുക്ക് രണ്ടാമത്തെ പീസ് മുറിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ 2 പീസും അതേപോലെ വളച്ചെടുത്തിട്ടുണ്ട്, 2 പീസും. അപ്പം നമുക്ക് ഇനി പണിയെന്ന് വരുന്നത് ഈ ബസ്സിൻ്റെ ഡോറ്, ആ ഡോറിലാണ്. ആ ഡോറ് ഡോറിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നതെന്നൊക്കെ. അവിടാണ് നമുക്ക് ഇതിൻ്റെ ഈ റൊട്ടേറ്റ് ഇങ്ങനെ കറങ്ങാനുള്ള സംഭവം സെറ്റ് ചെയ്യേണ്ടത്. അപ്പം അതൊന്ന് എടുക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ്സ് എന്ന് വെച്ചാൽ, ഡോറിൽ നമ്മൾ സിസ്റ്റം സെറ്റ് ചെയ്യുമ്പം ഈ കമ്പി ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യും. അതാണ് ആ സിസ്റ്റം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്കതിൻ്റെ ഇങ്ങനെ പൊങ്ങി വെക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അത് മാർക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. മെഷർമെൻറ്റ്സ് എന്ന് ഉദ്ദേശിച്ചതാണ്. 2 ഭാഗത്തും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ 2 റീഫില്ലർ വെക്കണം. അത് നമ്മുടെ ബസ്സിൻ്റെ അളവിൽ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ പറഞ്ഞു തരാം. അപ്പോൾ ഗായ്സ് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ, ഇതാണ് ഡോറ്. ഇപ്പോൾ ഡോറിൻ്റെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. അപ്പം നമുക്ക് റൊട്ടേഷൻ എന്ന് പറയുമ്പം 2 കമ്പിയും കൂടെ കയറിയെന്ന്. റൊട്ടേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇവിടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ഉള്ളിൽ. എന്നിട്ട് ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ തുറന്നു വരും. അത് ഉള്ളിലോട്ട് ഇങ്ങനെ മടങ്ങുകയും ചെയ്യും. അപ്പോൾ അത് എല്ലാവരുടെയും ബസ്സിനനുസരിച്ചാണ് ഈ വളവിൻ്റെ വീതിയും. പിന്നെ വീതി ഏകദേശം എല്ലാവരുടെയും സെയിം ആയിരിക്കും. പക്ഷേ ഈ നീളം, ഈ ലെങ്ത്ത് എല്ലാവരുടെയും സെയിം ആയിരിക്കണം എന്നില്ല. അപ്പം ലെങ്ത്ത് കറക്റ്റ് മെഷർ ചെയ്ത് വേണം എടുക്കാൻ. മെഷർ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊഹത്തി ഇതേപോലെ ഒന്ന് വളച്ചെടുക്കുക. എന്നിട്ട് വെച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. കറക്റ്റാണെങ്കിൽ അത് തന്നെ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ അതിനകത്ത് എന്താണ് ചെയ്യാനുള്ള ആ മാറ്റം ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കിത് നീളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നീളം കുറയ്ക്കണം. അങ്ങനെ കുറച്ച് ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് വേറൊരു പീസും കൂടെ വേണം.
അത് എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഈ 2 പീസും നമുക്ക് ഇങ്ങനല്ലേ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരും, ഇവിടുന്ന് ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ നമ്മൾ രണ്ടും നേരെ നിർത്തി കഴിഞ്ഞാൽ ഫുള്ള് കുളമാകുന്നു. നമ്മളിത് രണ്ടും നേരെ നിർത്തണം. ഇതിങ്ങനെ അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നടുക്കൂടെ ഒരു പീസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇങ്ങനെ വെച്ചിട്ട്, ഇത് കറക്റ്റ് നിൽക്കുന്നില്ല. ഇതിൻ്റെ നടുക്കൂടെ ഒരു കമ്പി പോകുന്നത്, ഇവിടുന്ന് ഇങ്ങനെ ഒരു കമ്പി നേരെ നിർത്തുമ്പം ഇവിടുന്ന് ഇങ്ങനെ ഒരു കമ്പി പോകുന്ന കാണിച്ചു തരാം. അപ്പം ഇത് എൻ്റെ ബസ്സിനകത്ത് ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു Z1 ബസ്സാണ്, കൊമ്പൻ്റെ ദാവൂദാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടം വരെയുള്ള മാർക്കിംഗ് കണ്ടോ, ഇവിടം വരെയുള്ള നേരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കമ്പിയുടെ പീസും കൂടെ വേണം. അതെല്ലാവരുടെയും ബസ്സിന് വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ 15 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു ബസ്സാണ് ചെയ്യുന്നത്, Z1 ആണ് ചെയ്യുന്നത്. അതാണ് ഈ ഹൈറ്റാണ് ഏകദേശം അതിന് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഹൈറ്റിനുള്ള പീസ് കട്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഏത് ഹൈറ്റാണ് വേണ്ടത് ആ ഹൈറ്റിനുള്ള പീസ് എടുക്കും. അപ്പോൾ പീസ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരെ ഒരു കമ്പിയും കൂടെ എടുത്തു. ഇത് നമുക്ക് ബസ്സിൻ്റെ ഏകദേശം ഈ കമ്പിയുടെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. അത് 2 കമ്പിയുടെയും നടുക്ക് അങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ സ്ലൈഡിങ്ങിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആ കമ്പി സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം ഞാനിതിപ്പം എൻ്റെ ഈ കമ്പി എന്ന് പറയുമ്പം അത് നമുക്ക് സോൾഡർ ചെയ്ത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ചില ഭാഗങ്ങളെല്ലാം തുരുമ്പെടുത്തിരിക്കുക. അപ്പം സോൾഡർ പെട്ടെന്ന് പിടിക്കത്തില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, കറുത്തിരിക്കുക. അപ്പം സോൾഡർ പെട്ടെന്ന് പിടിക്കത്തില്ല. അത് ചിരണ്ടി കളഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത് നടക്കുന്നില്ല, സോൾഡർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. ഫ്ലെക്സ് ക്യൂക്ക് വെച്ചും ഒട്ടുന്നുണ്ട്, പക്ഷെ ശരിക്കും ബലമില്ല. അപ്പം പിന്നെ ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മാസ്കിൻ ടേപ്പ് ഒന്ന് ചുറ്റി വെച്ചേക്കാണ്. ചെറിയൊരു കഷ്ണം എടുത്ത് ചുറ്റി വെച്ചേക്കാണ്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ഇങ്ങനെയാണ് ഈ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ പിന്നെ വിഷയം കാണത്തില്ല. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷയം കാണത്തില്ല. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വെള്ള കളർ മാസ്കിൻ ടേപ്പിൻ്റെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ വിഷയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ സ്ട്രോങ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ റീഫില്ലർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണത് വരുന്നത്. അപ്പം ഇത് ഏകദേശം നടുക്കായിട്ടാണ് ഇതിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം കണ്ടോ, ഇത് ഏകദേശം ഈ നടുക്കായിട്ടാണ് വരേണ്ടത്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊരു റീഫില്ലർ ഒട്ടിച്ച് വെക്കാം. പെന്നിൻ്റെ റീഫില്ലർ ഇല്ലേ, ഇത് ഇവിടെയും കറക്റ്റ് അതിൻ്റെ മുകളിൽ ഈ കമ്പി ഇങ്ങനെ കയറ്റി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടിയിലോട്ടുള്ളത് ഈ 2 റീഫില്ലർ ഇവിടെ ഒട്ടിച്ചിട്ട് അതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം നമുക്ക് നമുക്ക് ബസ്സിലാണ് ഈ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പണി തീരും. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഗായ്സ്, ഞാനിപ്പം ചെയ്തപ്പോൾ ഈ കമ്പി റീഫില്ലറിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഭയങ്കര ലൂസാണ്. അപ്പം പെട്ടെന്ന് നല്ല ഫ്രീ ആയിട്ട് അങ്ങ് ഇറങ്ങും. ഇത് നമുക്ക്
ഡോറ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കുമ്പോൾ ആ ഡോറ് കടന്ന് ഇങ്ങനെ കറങ്ങാൻ, ചിലപ്പോൾ ഇങ്ങനെ കടന്ന് കറങ്ങും. ഡോറ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടും. അപ്പോൾ ആടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കമ്പിയുടെ മുകളിൽ ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈറ്റായി കണ്ടോ. എങ്ങനെ ആക്കി വെച്ചാലും അങ്ങനെ കണ്ടോ, അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് സെറ്റപ്പ്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഇത് മാസ്കിൻ ടേപ്പ് ചുറ്റണം. ഇവിടെ മാസ്കിൻ ടേപ്പാണ് ചുറ്റിയേക്കുന്നത് ഈ രണ്ടിടത്തും. അപ്പോൾ അതേപോലെ ഇവിടെ മാസ്കിൻ ടേപ്പ് ചുറ്റണം. എന്നിട്ട് വേണം നമുക്ക് ബസ്സിനകത്തോട്ട് ഈ ഡോറിൻ്റെ ഈ സിസ്റ്റം ഫിക്സ് ചെയ്യാൻ. അപ്പം ഇവിടെ റീഫില്ലർ വെച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫോം ഷീറ്റ് വെച്ച് തന്നെ വിജാഗരി പോലൊന്നും ചെയ്തെടുക്കുന്നില്ല. അത് ഇരട്ടി പണിയാണ്. വിജാഗരി പോലൊക്കെ ചെയ്തെടുക്കുന്ന ഭയങ്കര പണിയാണ്. നമുക്കിപ്പം റീഫില്ലർ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കും ചെയ്യും, അത്യാവശ്യം ഒറിജിനാലിറ്റിയും കാണും. വിജാഗരി പോലെ ചെയ്തെടുക്കുകയാണെങ്കിലും വിഷയമില്ല. അത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് കണ്ണിപ്പെടത്തില്ല. പിന്നെ ചെയ്തെടുക്കുന്ന നല്ല രീതിക്കാണെങ്കിൽ ആ വിജാഗരി ശരിക്കും വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് റീഫില്ലർ ആണെങ്കിൽ പ്രശ്നമില്ല. അത് നമുക്ക് ജസ്റ്റ് നമുക്ക് ഡോറിൻ്റെ സ്ലൈഡിങ് സെറ്റ് ചെയ്യാനില്ല. അപ്പോൾ വിജാഗരി ഉണ്ടാക്കുന്ന ഇരട്ടിപ്പണിയെക്കാട്ടിലും നല്ലത് റീഫില്ലർ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ റീഫില്ലർ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കാണെങ്കിൽ വിജാഗരി വെച്ച് ചെയ്യാം, പക്ഷെ അത് ഇരട്ടിപ്പണിയാണ്. അത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് ബസ്സിൽ വെക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് മാസ്കിൻ ടേപ്പ് ചുറ്റണം. അപ്പോൾ അത് ചുറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെയും ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ടേപ്പ് ചുറ്റുമ്പം നമ്മൾ നോക്കേണ്ട കാര്യം, റീഫില്ലറിനകത്ത് നമുക്ക് അധികം പ്രശ്നമില്ലാതെ എന്നാൽ അത്യാവശ്യം ടൈറ്റിൽ മൂവ് ചെയ്യുന്ന കൂട്ടവരാണോ സെറ്റ് ചെയ്യാൻ. കണ്ടോ, ഇതിപ്പം അധികം ടൈറ്റും ഇല്ല, എന്നാൽ പിന്നെ അത്യാവശ്യം നന്നായിട്ട് മൂവും ചെയ്യുന്നുണ്ട്. ഓവർ ടൈറ്റും അല്ല, നല്ല രീതിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ടേപ്പ് ചുറ്റിയെടുക്കേണ്ടത്. ടേപ്പ് ചുറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അഴിക്കുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ആദ്യമേ നമ്മൾ റീഫില്ലർ ഒന്ന് കയറ്റി ജസ്റ്റ് ഇത് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ബസ്സിനകത്ത് ഫിക്സ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ ആകെ ഫുള്ളും അങ്ങ് കുളമാകും ആണ് പറഞ്ഞത്. അപ്പം നമുക്ക് ബസ്സിനകത്ത് ഫിക്സ് ചെയ്യുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ ഗായ്സ്, വേണ്ട ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ ആ ഡോറിൻ്റെ ഇതേണ്ട വീഡിയോ മീൻസ് ഇത്രയും ചെയ്യുന്ന ഞാൻ കാണിച്ചായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഇവിടെ മാസ്കിൻ ടേപ്പ് ചുറ്റി അങ്ങനെ നിർത്തി. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഈ മാസ്കിൻ ടേപ്പ് ചുറ്റിയതിനകത്തോട്ട് കയറ്റണ്ടേ റീഫില്ലർ. അപ്പോൾ ആ റീഫില്ലർ എടുത്ത് അതിൻ്റെ പുറകിലൊരു ഫോം ഷീറ്റിൻ്റെ പീസ് ഒട്ടിച്ചേക്കുകയാണ്. ഇതിപ്പം ഫോം ഷീറ്റിൻ്റെ പീസ് ഒട്ടിക്കാതെ റീഫില്ലർ ഒട്ടിക്കാൻ പറ്റും, പക്ഷെ അത് ഇച്ചിരി പാടാണ്. ഞാനിപ്പം ഇവിടെ റൂഫും കൂടെ സെറ്റ് ചെയ്തു പോയി. അപ്പോൾ എനിക്ക് മുകളിൽ കൂടെ കൈയിട്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫോം ഷീറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഫോം ഷീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ക്ലച്ച് ക്യൂക്ക് വശയിൽ. അതുകൊണ്ടാണ് ഫോം ഷീറ്റ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മോളത്തെയാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് താഴത്തെ ചെയ്യുന്നത്. മോളത്തെ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ താഴത്തെ ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ ഈ ഭാഗത്തായിട്ടായിരിക്കും ആ റീഫില്ലറിൻ്റെ ആ സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഉള്ളി ഇങ്ങനെ ഇവിടെ ആയിട്ട് ഈ ഭാഗത്തായിട്ട് എന്നാലേ കറക്റ്റായിട്ട് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ തുറന്നു വരുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ തട്ടും ചിലപ്പം, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്കിനി അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചത്. ഇപ്പോൾ ഗായ്സ്, നമ്മൾ ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സാധനം വർക്കിംഗ് ആണ്. നമുക്കിത് റൊട്ടേറ്റൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതും കൂടെ അടിയിലത്തെയും കൂടെ വന്നാലേ അത് ശരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അടിയിലത്തെയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതേപോലെ ഒരു പീസ് വീണ്ടും കട്ട് ചെയ്യണം റീഫില്ലറിൽ. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ഡോറ് വെച്ചതൊന്ന് അഴിച്ചു മാറ്റിയേക്കുവാണ്. ഇവിടെ റീഫില്ലറുണ്ട്, ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്.
ഇനി അതിനകത്തോട്ട് ഡോറ് കയറ്റണം. ഇങ്ങനെ കയറ്റി റെഡിയാക്കി എടുക്കണം. ഓക്കെ, അത് കയറ്റിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ആ കമ്പി ഇങ്ങനെ ആ റീഫില്ലറിനകത്തോട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. റീഫില്ലറിനകത്തോട്ടൊന്ന് കയറ്റി കൊടുത്താൽ മതി. മോളോട്ടങ്ങ് കയറ്റി കൊടുത്താൽ മതി. അങ്ങനെ താഴെയും ഇവിടുത്തെ അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഈ ഭാഗത്തെ ഇവിടുത്തെ അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ അങ്ങ് കയറ്റി കൊടുത്താൽ മതി. ഇപ്പം അത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം ഗായ്സ് നമ്മൾ ഇത് കയറ്റി സ്ലൈഡിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ലൈഡിങ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെന്ന് ഇങ്ങനെ ആക്കിയാൽ ലോക്കായി. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മോളിൽ ഇച്ചിരി സ്ഥലം വിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഈ കമ്പി ഇവിടെ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് മോളിൽ ഇച്ചിരി സ്ഥലം വിട്ടത്. നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം അത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരിയും കൂടെ സ്ഥലം വിട്ടത്. പിന്നെ ഇവിടെ ഈ സ്ഥലം പിന്നെ വിഷയമില്ല. നമുക്ക് ഇവിടെ ആയിട്ടൊരു ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു പീസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കവറാകുമ്പോൾ ഈ സ്ഥലം കാണത്തില്ല. സ്ഥലം അവിടെ കിടന്നാലും വിഷയമില്ല. ഡോറ് നമുക്ക് സ്ലൈഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഡോർ അടച്ചു കഴിഞ്ഞതിന് ശേഷം കമ്പി സ്പ്രിങ് പോലെ ചെറുതായിട്ടൊരു പ്രഷർ പോലെ ഉണ്ട്. അത് ജസ്റ്റ് ഒരു അളവ് തെറ്റിയതാണ്. ഇത് നമുക്ക് ഈ ഭാഗത്തുള്ള അടിയിലുള്ള ഈ പോർഷൻ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഇച്ചിരിയും കൂടെ ഉള്ളോട്ട് കയറ്റുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഉള്ളോട്ട് തള്ളിയിരിക്കും. അന്നേരം പിന്നെ വിഷയം കാണത്തില്ല. അന്നേരം നമുക്ക് കറക്റ്റ് ലെവലിൽ തന്നെ ഇത് കിട്ടും. ഇപ്പം പിന്നെ അധികം വിഷയം കാണുന്നില്ല. ഇച്ചിരി അമക്കി വെച്ചാലും മതി. നിങ്ങൾ ചെയ്യുമ്പോൾ അളവിന് കറക്റ്റായിട്ട് ചെയ്യുക. എൻ്റെ ഇതിപ്പം ചെറുതായിട്ടൊരു പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. ഈ കമ്പിയുടെ വളവ് ഇച്ചിരി കൂടിപ്പോയതായിരിക്കും. അത് വിഷയമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് നോക്കി ചെയ്യുക, അത്രേ ഉള്ളൂ. സെയിം മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ റീഫില്ലർ വെച്ച് ചെയ്തത്. പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഈ വിജാഗിരിയൊക്കെ നമ്മൾ ഇങ്ങനെ ഫോം ഷീറ്റ് വെച്ച് തന്നെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും കുറേ സമയമെടുക്കും. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തന്നെ അങ്ങ് സെറ്റ് ചെയ്തത്, റീഫില്ലറിൽ അങ്ങ് സെറ്റ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം നമുക്ക് വീഡിയോ നിർത്താം. നിങ്ങൾ ചെയ്യുമ്പം ഇച്ചിരിയും കൂടെ കറക്റ്റ് സൈസും അളവും എല്ലാം എടുത്ത് ചെയ്യുക. ഞാൻ ഇവിടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ കമ്പിയുടെ വളവനുസരിച്ച്, കമ്പിയുടെ ഈ ഒരു വളവുണ്ടല്ലോ അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ നമ്മളിവിടെ ഫോം ഈ ഭാഗം ഈ ബോഡിയെ തട്ടാതെ നോക്കണം. തട്ടാതെ വേണം നമ്മൾ ഇത് എടുക്കാൻ, ആ റൗണ്ട് എടുക്കാൻ വേണ്ടി. അതെല്ലാം നോക്കി വേണം ചെയ്യാൻ. ഇതിപ്പോൾ എൻ്റെ റൗണ്ട് ഇച്ചിരി കൂടിപ്പോയി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ കമ്പിയിൽ നിന്നും ഇങ്ങോട്ട് ഇച്ചിരി ദൂരം കൂടിപ്പോയി. വിഷയമില്ല, നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പണി തീരുമ്പോഴത്തേനും ഇതിൻ്റെ ഹാൻഡിലെല്ലാം വെച്ച് നമുക്കിങ്ങനെ ഉള്ളോട്ട് കയറാത്ത രൂപത്തിലാക്കാൻ പറ്റും. കാരണം ഇവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു പടിയുടെ ഫ്രെയിം പോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്പ് ഇനി അങ്ങോട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മിനിയേച്ചർ ബസ്സിലോ ഈ മെത്തേഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡ് ഡിക്കിക്ക് എടുക്കാൻ പറ്റും. ഈ സെയിം മെത്തേഡ് തന്നെ സൈഡ് ഡിക്കിക്ക് എടുക്കാം. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഭാഗത്തെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ട് ഡോറിന് വേണ്ടിയാണ് ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആകുന്ന ഈ ഡോറിന് വേണ്ടിയാണ്. അപ്പം സ്ലൈഡിങ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തിയിൽ ഒതുക്കി ചെയ്യുക. എൻ്റെ ഇപ്പം പ്രശ്നമില്ല, കമ്പിയുടെ വളവൊന്ന് കൂടിപ്പോയതാണ്. അതിപ്പോൾ ഇനി സ്റ്റെപ്പെല്ലാം വരുമ്പോൾ റെഡി ആയിക്കോളും. അപ്പം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.
ഒന്നുകൂടെയും പറയുകയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.